7,85,000 കൊടുക്കും. അപ്പൊ ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിനാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് നമുക്ക് A to Z നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി 7,85,000. അതും സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുള്ള ഒറിജിനൽ കേരള വണ്ടിയാണ്. പുറത്തത്തെ വാഹനങ്ങളുടെ ഈ ഒരു മാർക്കറ്റൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഫുൾ ഷോറൂം സർവീസ് അതും ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. അപ്പൊ നമ്മള് ബെസ്റ്റ് പ്രൈസ് ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. പകുതി പ്രൈസിന് താഴെയായി എന്ന് പറയാം. അത് നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റും. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. 25,000 കിലോമീറ്ററിൽ നമുക്ക്, അതും പനോമിക് സൺറൂഫ് എല്ലാം വരുന്ന ഡീസൽ വണ്ടിയാണ്. 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ഒരു ഓഫർ പ്രൈസിന് കൊണ്ടാവും. അതും ട്രാക്കിനെ ഫുൾ ഓൺ ചെയ്യാം. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് സൂപ്പർ കാർസിലാണ്. പേര് പോലെ തന്നെ നമ്മളിന്ന് സൂപ്പർ കാറുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ സെഗ്മെന്റിലുള്ള എല്ലാം നല്ല മോഡൽ കൂടിയ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-25 വാഹനങ്ങളാണ്. എല്ലാം നമുക്ക് നല്ല ക്വാളിറ്റി, അതേപോലെ തന്നെ 100% ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുന്ന, അതേപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. സോ നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ്. ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ഇർഷാദാണ്. ഇർഷാദ്, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാലമായി ചെയ്തിട്ടില്ല, കാരണം നമുക്ക് ഒരു വീഡിയോ ഇല്ലെങ്കിലും വരെ വണ്ടികൾ അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവിടെ വല്ലപ്പോഴൊക്കെ വിളിച്ചാലേ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറം റോഡിൽ 2 കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. യെസ്, അപ്പോൾ അതാണ് നമുക്ക് നല്ല ക്വാളിറ്റിയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ കാണിക്കും. അതിൽ തന്നെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 7 സീറ്റർമാൻ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിയയുടെ ഒരു കാരൻസ് ആണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ ആണ്. ഡീസലാണോ പെട്രോൾ ആണ്? ഡീസലാണ്. IMT ആണ്. സോ നമുക്ക് ഇന്റലിജൻസ് മാനുവൽ ട്രാൻസിഷൻ ആയതുകൊണ്ട് തന്നെ മാനുവലാണ്. എന്നാൽ ക്ലച്ച്ലെസ് ആയിട്ട് നമുക്ക് നല്ല പെർഫോമൻസ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഓടിക്കുന്ന പോലെ ഓടിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2024 മോഡലാണ്. ഡീസൽ IMT പ്രീമിയം. ഓക്കെ, അത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. 41,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി നമുക്ക് 12,90,000 കൊടുക്കും. അപ്പൊ ഇതിൽ നമുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 360 ക്യാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 7 സീറ്റർ ആണ്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അലോയിന്റെ ഒരു കുറവുണ്ട്. ബാക്കി നമുക്ക് എല്ലാം പക്കായിട്ടുള്ള ഒരു വാഹനമാണ്. LED ടെയിൽ ലാംപ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ 40,000 കിലോമീറ്റർ IMT ഗിയർ ബോക്സിൽ മോഡൽ പറഞ്ഞ 2024 മോഡലുണ്ട്. ഓഫർ പ്രൈസ് പറഞ്ഞാണ് നിങ്ങൾ 12,90,000 കൊടുക്കും. 12,90,000. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര? 1 lakh ഡൗൺ പേയ്മെന്റ് ചെയ്ത ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ആണ് ഏകദേശം 18 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. നല്ല ഫീച്ചേഴ്സും ഉണ്ട്. അതൊരു ബഡ്ജറ്റ് പ്രൈസിന് 1 lakh വണ്ടി ഇറങ്ങാം. അടുത്തൊരു പ്രീമിയം സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഓഡി ഏതാണ്? A4 ആണ് വരുന്നത്. A4 ആണ്. സിൽവർ ഫിനിഷിംഗ് ആണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റ് ഒക്കെ അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. KL11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2011 മോഡൽ വണ്ടിയാണ്. 1,06,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 3ാമത്തെ ഓണറാണ് നിലവിൽ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓൾ വർക്കിംഗ് ആണ്. ഒന്നും കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഫീച്ചേഴ്സ് ഇത്രയും പ്രീമിയം വണ്ടി ആകുമ്പോൾ ചെറിയ ഫീച്ചേഴ്സ് ഒക്കെ പൊതുവെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതൊന്നും ഇല്ല. ഒറിജിനൽ കേരള വണ്ടി 3rd ഓൺഷിപ്പിൽ അത് 1 lakh കിലോമീറ്റർ. A to Z നമുക്ക് എല്ലാ വർക്കിംഗ് കാര്യങ്ങളൊക്കെ 100% ഗ്യാരണ്ടി പറയാം. അപ്പോൾ A4 ആകുമ്പോൾ പൊതുവെ നമുക്ക് ഓടിയിൽ അറിയാം, പൊതുവെ മെയിൻ്റെനൻസ് കുറവുള്ളതും കംപ്ലൈൻസ് കുറവുള്ളൊരു സെഗ്മെന്റ് ആണ്. അതുകൊണ്ട് അത്യാവശ്യം ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ് അല്ലേ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഫൈനൽ റേറ്റ് ആയിട്ട് 7,85,000 കൊടുക്കും. അപ്പൊ ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിനാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് നമുക്ക് A to Z നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി 7,85,000. ട്രാക്ക് ഉണ്ടെങ്കിൽ എത്രശം നമുക്ക് 2 lakh ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അത് നമുക്കൊരു പ്രീമിയം സെഗ്മെന്റ് ആയതുകൊണ്ട്. അടുത്തൊരു വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനമാണ്. സാധാരണ നമുക്ക് ഒരു സുഹൃത്തുക്കൾക്കൊക്കെ നമുക്ക് ഏത് വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് എത്തിയോസ് ലിവ. കാരണം നമുക്ക് മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. അതേപോലെ തന്നെ അത്യാവശ്യം 18-20 മൈലേജും കിട്ടൂല. ഇത് കേരള വണ്ടിയാണോ അതോ ഒറിജിനൽ കേരള വണ്ടി? വണ്ടി A to Z ഷോറൂം സർവീസ്. അതാ സ്റ്റോക്ക് കണ്ടീഷനിൽ നിർത്തിയിട്ടുണ്ട് അല്ലേ. നമുക്ക് കൺവേർട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കമ്പനി വന്ന അതേപോലെ തന്നെ ടോപ്പ് ലോഡ് വണ്ടിയാണോ? അല്ല, GD ആണ് അല്ലേ. അത് നമുക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്.
നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനൊന്നുമില്ല അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,61,000 കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പും ആയിട്ടുള്ളൂ അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 4,65,000 കൊടുക്കും. 4,65,000 ഒരു നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഉണ്ടാകാം. അതും സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുള്ള ഒറിജിനൽ കേരള വണ്ടിയാണ്. പുറത്തത്തെ വാഹനങ്ങളുടെ ഈ ഒരു മാർക്കറ്റൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 80,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. അടുത്ത് വീണ്ടും നമുക്കൊരു ജവണ്ടൻ ഐറ്റത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും ഓഫർ പ്രൈസിലാണ്. സെൽട്ടോസ് ആണ്. അതൊരു നമുക്ക് റയർ കളർ ആണ് അല്ലെ? ഏറ്റവും ടോപ്പിന്റെ പനോരമിക് സൺറൂഫ്, 360 ക്യാമറ, അഡാസ് എല്ലാം വരുന്ന, അതും വിത്ത് ഫാൻസി നമ്പർ ഇല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2023 മോഡല് GTX പ്ലസ് ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിൽ 23 മോഡൽ അല്ലേ? 23 മോഡൽ. ബട്ട് ടയേഴ്സ് ഒക്കെ നമുക്കൊരു 90-95% തന്നെ ടയേഴ്സ് ഉണ്ട്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന വാഹനമാണ്. അതേപോലെ നമുക്ക് സീറ്റ് വെന്റിലേഷന്, 360 ക്യാം, കൂടെ തന്നെ നമുക്ക് സ്റ്റിയർ മോളിൽ കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. അലോയ്സ് ഒക്കെ നമുക്ക് വരുന്നത് 18 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്കിതൊരു ഫൈനൽ ഓഫർ പ്രൈസ്, ഫൈനൽ റേറ്റ് ആയിട്ട് 17 ലക്ഷം രൂപ കൊടുക്കാം. 2023 ഏറ്റവും ലേറ്റസ്റ്റ് മോഡല്. അതും കിലോമീറ്റർ പറഞ്ഞത് 74,000 കിലോമീറ്റർ ഫുൾ ഷോറൂം സർവീസ് ഉള്ള, അതും ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. അപ്പൊ നമ്മൾ ബെസ്റ്റ് പ്രൈസ് ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും കേട്ടോ. അടുത്ത നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിസാന്റെ മൈക്രയാണ്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന വിത്ത് ഫാൻസി നമ്പറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. അപ്പോൾ ബ്ലാക്കിൽ നല്ലൊരു ഹാഷ് ബാക്ക് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ. ഇത് ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി, കറക്റ്റ് ഷോറൂം സർവീസ് ആയി ചെയ്തു പോയ വണ്ടിയാണ് അല്ലേ? പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് 24 വരെയൊക്കെ ലോങ് ഡ്രൈവിലും മൈലേജും കിട്ടും. നല്ല പെർഫോമൻസ് ഉള്ള ഒരു വാഹനമാണ്. കറക്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വന്നാൽ വർക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. നല്ല ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് A to Z ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ, 96,000 കിലോമീറ്റർ, റീപ്ലേസ് കാര്യമൊന്നുമില്ല, ഫുള്ള് ഷോറൂം സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 4,20,000 രൂപ. 4,20,000 ചെറിയൊരു പ്രൈസിന് കൊണ്ടുപോകാം. 17 മോഡൽ, 19 രജിസ്ട്രേഷൻ, ലിമിറ്റഡ് എഡിഷൻ ആണ്. എക്സൽ ഓപ്ഷനിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ്. അപ്പൊ സാധാരണ SB ലാണ് വരിക. ഇത് SL തന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്പെഷ്യൽ കളർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയറിലൊക്കെ നമുക്ക് ആ ഒരു ഡുൾ ടൂൺ ഒക്കെ വന്നിട്ടുണ്ട്. വണ്ടി ലോക്കാണ്, നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അടുത്ത് നമുക്ക് ഇതാണോ ഒരു കിടിലം പിന്നെ വണ്ടിയാണ്. നമ്മളെ i20 ന്യൂ ഷേപ്പ് ആണ് വരുന്നത്. അതും ഒരു അടിപൊളി കളറാണ്. ടയേഴ്സ് ഒക്കെ 4 പുതുപുത്തൻ ടയേഴ്സ് തന്നെയാണ് വരുന്നത്. അത് ഓട്ടോമാറ്റിക് ആണ്. ഏത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്? പെട്രോൾ ഓട്ടോമാറ്റിക്. DSG ആണോ? അല്ല, IVT. മൈലേജ് കൂടുതലായിരിക്കും അല്ലേ? സോ നല്ല കംഫർട്ട് ഉണ്ടാവും, അത്യാവശ്യം മൈലേജും കിട്ടും. KL45 21 നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്നൊരു വണ്ടിയാണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 മോഡൽ ആസ്റ്റ, 74,000 കിലോമീറ്ററോടെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലീൻ വണ്ടി. ഏകദേശം മൈലേജ് നമുക്ക് എത്ര? മൈലേജ് നമുക്ക് 15 വരെ എന്തായാലും പ്രതീക്ഷിക്കാം. DSG ആണെങ്കിൽ 10-12 കിട്ടുള്ളൂ. ആ സ്ഥാനത്ത് നോർമലി നമുക്ക് ഈ ഒരു സെഗ്മെന്റില് സാധാരണ ബലേനാണെങ്കിൽ 15-16 കിട്ടില്ല. ആ ഒരു മൈലേജ് നമുക്ക് കിട്ടും ചെയ്യും. ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ പറഞ്ഞത് 74,000. സിംഗിൾ ഓൺഷിപ്പ് ആണ്. സിംഗിൾ ഓണർ ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല, 100% ഗ്യാരണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്കൊരു 7,35,000 രൂപ കൊടുക്കാം. 7,35,000. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി വണ്ടിയാണ്. നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി ഉണ്ടാവും. MGന്റെ ഓപ്ഷൻ വരുന്നത് സെലക്ട് പ്രോ അല്ല? അപ്പോ മോഡല് എല്ലാരടുത്തും ഉണ്ടാവും. പക്ഷെ എല്ലാം പെട്രോൾ ഓട്ടോമാറ്റിക് ആയിരിക്കും. ഇത് നമ്മളത് ഡീസലാണ്. അതായത് ഈ മോഡലില് ഏറ്റവും ലാസ്റ്റ് ഡീസൽ വണ്ടി ഇതിൽ നിന്നത്. ഇപ്പൊ ഡീസൽ വണ്ടി ഈ മോഡലില്ല, വരുന്നില്ല. അപ്പൊ അതിന് നമുക്ക് ഡീസലില് ഈ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് നമുക്ക് ഇവിടെ തന്നെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ വിത്ത് ഫാൻസി നമ്പർ എല്ലാം വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. അപ്പൊ നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. വിത്ത് ഡീസൽ വണ്ടി കൂടിയാണ് അല്ലെ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2024 വണ്ടി, 25,000 കിലോമീറ്ററുടെ സെലക്ട് പ്രോ ഡീസൽ വണ്ടിയാണ്. മാനുവൽ ആണ് വരുന്നത്. മാനുവൽ വണ്ടിയാണ്. അത്യാവശ്യം ഒരു 18-20 മൈലേജ് ഉണ്ടാവും. പിന്നെ ഇത് 7 സീറ്റർ ആണോ 5 സീറ്റർ? 5 സീറ്റ് ആണ്. 7 സീറ്ററിന്റെ സൗകര്യവും നല്ലൊരു ഫാമിലിക്ക് റിലാക്സ് ആയിട്ട് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നവർക്ക് അടിപൊളിയായിട്ട് നല്ല ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റിയ വണ്ടിയാണ്. കൂടാതെ അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങൾ, പനോരമിക് റൂഫ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല ആർഭാടായിട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന വണ്ടിയാണ്.
അതും 25,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. ബ്ലാക്ക് കളറും ഹൈലൈറ്റ് അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? നമുക്കിതൊരു ഓഫർ പ്രൈസ് ആയിട്ട് 17,65,000 കൊടുക്കാം. പുതിയ വണ്ടിന്റെ പ്രൈസ് നോക്കുമ്പോൾ പകുതി പ്രൈസിന് താഴെ ആയി എന്ന് പറയാം. അത് നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റും. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. 25,000 കിലോമീറ്ററിൽ നമുക്ക്, അതും പനോമിക് സൺറൂഫ് എല്ലാം വരുന്ന ഡീസൽ വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്, ബാക്കിയുള്ള വണ്ടിയാണ്, ഷോറൂം വാറണ്ടി, കമ്പനി വാറണ്ടി ഉണ്ട്. സോ ട്രാക്കിനെ ഫുൾ ഓണിൽ ഇറക്കാം. അടുത്ത് നമുക്ക് വീണ്ടും നമുക്കൊരു സബോമീറ്റർ SUV, അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന നല്ലൊരു കിയയുടെ സോണറ്റ് ആണ്. പൊതുവേ അത്യാവശ്യം മൈലേജും കിട്ടും, നല്ല ഫീച്ചേഴ്സ്, സൺറൂഫ് എല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. കമ്പനി അലോയ്സ് വരുന്നുണ്ട്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 മോഡല് HTX ഡീസൽ മാനുവൽ. സോ നല്ല മൈലേജ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല കംഫർട്ടും ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. അതിൽ കമ്പനി അലോയ്സ് വരുന്നുണ്ട്. പോലെ തന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ, പുഷ് ബട്ടൺ വരുന്നുണ്ട്. അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 120 ആണ് ഇപ്പോൾ റൺ ചെയ്തിരിക്കുന്നത്. ഇത് നിലവിൽ കമ്പനി 1 മന്തും കൂടി വാറണ്ടി ബാക്കിയുണ്ട്, ബമ്പർ ടമ്പർ ഇൻഷുറൻസും ഉണ്ട്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് 8 ലക്ഷം രൂപ കൊടുക്കും. അപ്പോൾ അതാണ് നമുക്ക് 2021 HTX ഡീസൽ വണ്ടിയാണ്. നമ്മളെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പ്രൈസ് ആണ്, 8 ലക്ഷം രൂപ അല്ലേ? അത് നമുക്ക് ട്രാക്കിന്റെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഡീസലാണ്, മാനുവലാണ്, മൈലേജും അതും ഒരു ഓഫർ പ്രൈസ് 8 ലക്ഷം രൂപ ട്രാക്കിന്റെ ഫുൾ ഓൺ കേട്ടോ. അഗൈൻ നമുക്ക് വീണ്ടും MGയുടെ അടുത്തൊരു കളറാണ്. റെഡ് ഫിനിഷിംഗ് വേണമെന്നുള്ളവർക്ക് റെഡ് ഫിനിഷിംഗിൽ വിത്ത് പനോരമിക് സൺറൂഫ് എല്ലാം വരുന്ന ഒരു അടിപൊളി ഐറ്റാണ്. ഇത് മോഡല് കാര്യങ്ങൾ? 2019 വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഷാർപ്പാണ്. ഓക്കെ, ഇതിനപ്പുറം വേറൊരു ഓപ്ഷൻ ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 96,000 കിലോമീറ്റർ കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസുള്ള വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ വണ്ടി. അപ്പൊ നമുക്ക് അത്ര 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അത് നമുക്ക് പിന്നെ വിത്ത് നല്ല ഏറ്റവും ടോപ്പ് എൻഡിൽ വിത്ത് കിട്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 96,000 കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്കതൊരു ഫൈനൽ റേറ്റ് ആയിട്ട് 9,20,000 നമുക്ക് കൊടുക്കാം. അപ്പൊ 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ഒരു ഓഫർ പ്രൈസിന് കൊണ്ടാവും. അതും ട്രാക്കിനെ ഫുൾ ഓണും ചെയ്യാൻ പറ്റും. ഒരു ബെസ്റ്റ് വണ്ടിയാണ്, ഏറ്റവും ടോപ്പ് എൻഡിൽ MG ഫുൾ ഓൺ ഉള്ളത് കേട്ടോ. അടുത്ത് നമുക്കൊരു മാരുതിൻ്റെ ഒരു SUV ഏറ്റവും നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ S-Cross ആണ്. കാരണം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല മൈലേജും അതേപോലെ തന്നെ നല്ല കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് നമ്മുടെ S-Cross. ഇല്ല, ഡീസൽ വണ്ടിയാണ്, ഹൈബ്രിഡ് ആണ് വരുന്നത്. ഹൈബ്രിഡ്. സോ നല്ല മൈലേജ് ഉണ്ടാവും. അതും പക്ക XC വൈറ്റ് ഇല്ല വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2019 മോഡൽ അൽഫ, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഇത് നമ്മളൊരു ഫ്രണ്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്, ഒരു 4 ഇറക്കിയ വണ്ടിയാണ്, ക്വാളിറ്റി വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 1,17,000 കിലോമീറ്റർ A to Z ഷോറൂം സർവീസ്. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. പറയും 5647 ഒരു ചെറിയ സീരീസ് എന്ന് പറയാം, ഇടയിൽ നമ്പർ മാറിപ്പോയി അല്ലേ? നിങ്ങൾക്ക് അറിയുന്ന വണ്ടിയാണ്, നമുക്ക് അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി അല്ലേ? ഫുൾ സർവീസ് കമ്പനിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 8,20,000 8,20,000 അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടാൽ നല്ല മൈലേജ് നോക്കുന്ന ഒരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പക്ഷേ നമുക്ക് ട്രാക്ക് ഒക്കെ 75,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ബാക്കി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത വീണ്ടും നമുക്കൊരു മൈക്രാണ്. നേരത്തെ ഒരു ബ്ലാക്ക് പരിചയപ്പെട്ടു. ലോ കിലോമീറ്റർ വണ്ടിയാണ് അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പൊ ഇനി ബ്ലാക്ക് വേണ്ട, വൈറ്റ് വേണമെന്നുള്ളവർക്ക് അത് നമുക്ക് ഡുവൽ ടൂൺ ഒക്കെ ചെയ്തൊരു വണ്ടി. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡലാണ്. XE ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്, 22,000 കിലോമീറ്റർ കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. ആ ഡോറൊക്കെ അടക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫീൽ മനസ്സിലാവുന്നുണ്ട് അല്ലേ? പുതിയൊരു വാഹനത്തിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് അതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ലോ കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? ഡീസലാണോ വണ്ടി വരുന്നത്? പെട്രോൾ ആണ്. സോ നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റും. കുറഞ്ഞ ഓട്ടമുള്ളവർക്കൊക്കെ നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒരു 16 മൈലേജും കിട്ടൂല? കിട്ടും. എത്ര രൂപ ചെയ്യാൻ പറ്റും? 2,65,000 കൊടുക്കാം. ചെറിയൊരു ഓൾട്ടോന്റെ പ്രൈസിന് നമുക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, നല്ല കംഫർട്ടൊക്കെ കിട്ടുന്ന വണ്ടി, മെയിൻ്റനൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു ട്രാക്ക് ഒക്കെ 10-20 വരെ നമുക്ക് ലോൺ 10-30 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. നമ്മൾ ചെറിയ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ചെറിയ ഒരു സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ കാണിച്ചു. അടുത്ത രീതിയിൽ നമുക്ക് പോളോകൾ വരുന്നുണ്ട്, അതേപോലെ സോണറ്റ്, സെൽട്ടോസ്, അതേപോലെ തന്നെ അത്യാവശ്യം ലോ കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടുന്ന വണ്ടികൾ നമ്മൾ അടുത്തൊരു പാർട്ടിൽ പരിചയപ്പെടാണ്ട്. അതേപോലെ 7 സീറ്ററുകൾ, ക്രിസ്റ്റകളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സൂപ്പർ കാർസുകളാണ് നമ്മൾ പരിചയപ്പെട്ട്. സൂപ്പർ കാർസിലായിരുന്നു, മഞ്ചേരിയാണ്. സോ അപ്ഡേഷനൊക്കെ ഭാഗമായിട്ട് പുതിയ റിനോവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്
ഇതിലുള്ള ഓഫറുകളൊക്കെ ആയിട്ട് വൈകാതെ വരും. ഓഫർ നമ്മളെ ഈ വീഡിയോ കണ്ടുവരുന്ന ആക്കാണ് നമ്മളിപ്പോ ഈ കൊടുത്ത ഓഫറുകളൊക്കെ. നമ്മുടെ കാറ്റലോഗും OLX ഒക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഇതിന്റെ ഒക്കെ പ്രൈസ് ഇട്ടിരിക്കുന്നത് നിലവിൽ കാണാം. അപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക, എന്നിട്ട് അതിന്റെ കാറ്റലോഗ് നോക്കുക, എന്നിട്ട് വീഡിയോയിൽ പറഞ്ഞ റേറ്റ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. നമ്മൾ വെറുതെ പറഞ്ഞതല്ല, വീഡിയോയിൽ മാക്സിമം നമ്മൾ കുറച്ചിട്ടുണ്ട്. സോ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ടുകളൊക്കെ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ഇനി കുറക്കും. അതായത് നിങ്ങളെ പിന്നെ ട്രാക്കൊക്കെ ഓക്കെ ആണെങ്കിൽ ഇതിലാറ് നമുക്ക് വേണമെങ്കിൽ ഫുൾ ഓണിലൊക്കെ ഇറക്കാൻ പറ്റുന്ന വലിയ ഒത്തിരി വാഹനങ്ങളുണ്ട്. നമ്മളൊരു ആവറേജ് റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ വന്ന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഒക്കെ ഒന്നുകൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ലേ, ചെയ്ത് കൊടുക്കാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ തൃപ്തിപ്പെട്ടാൽ മടക്കൂല അല്ല, മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ മാക്സിമം ട്രാക്ക് വേണ്ടി ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകാം. അപ്പോൾ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും വെയിറ്റ് ചെയ്തോളി. അപ്പോൾ ഇറ്റ്സ് മി റിയാസ് ആൻഡ് ഇർഷാദ് സൈനിങ് ഓഫ്.